വെസ്റ്റ് ഏഷ്യ യുദ്ധം മുന്നോട്ട് പോവുകയാണ്. അതിന് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സീസ് ഫയർ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്രൈസിസ് ഡീപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് പല റിപ്പോർട്ടുകളും പല മീഡിയയും, ഇന്ത്യൻ മീഡിയയും ഗ്ലോബൽ മീഡിയയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് ഇതിൻ്റെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനുമായിട്ട് പോകാൻ തയ്യാറല്ല. ഇതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. കാരണം ഇറാൻ പറയുന്നത് പാകിസ്ഥാൻ ബയസ്ഡ് ആണ്, വൺ സൈഡഡ് ആണ്. അമേരിക്കൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിനോട് അവർക്ക് താല്പര്യമില്ല. അതായത് പാകിസ്ഥാൻ ഫർദർ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ അവർ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ പാകിസ്ഥാൻ്റെ മീഡിയേഷനിലല്ലാതെ ആ സംഭവം തള്ളിക്കളഞ്ഞിട്ട് നേരെ ഒമാനിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് റഷ്യയിൽ പോകുന്നു. അപ്പോൾ റഷ്യൻ മീഡിയേഷനോട് അവർക്ക് താല്പര്യമാണ്, പക്ഷെ പാകിസ്ഥാൻ മീഡിയേഷനോട് അവർക്ക് താല്പര്യമില്ല. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ എടുത്ത ഒരു പ്രപ്പോസലുണ്ട്. അവർ പറഞ്ഞു ഹോർമുസ് തുറക്കാം. ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ ലേറ്റർ സ്റ്റേജിൽ നടത്താം, ഇതിൻ്റെ കൂടെ നടത്താൻ പറ്റില്ല. അപ്പോൾ ഹോർമുസ് തുറക്കാമെന്ന് പറയുമ്പോൾ പഴയ നിർദ്ദേശത്തിൽ നിന്ന് മാറി ഇറാൻ പറയുന്നത് ഇറാനിയൻ കപ്പലുകൾക്കും ഇറാൻ്റെ മുകളിൽ അമേരിക്കൻ ബ്ലോക്കേഡും മാറ്റിക്കൊടുക്കണം. അതായത് പൂർണ്ണമായിട്ടും തുറക്കാം. അമേരിക്കയും ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖറ്റാർ, ഈ രാജ്യങ്ങൾ ഈ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞു. അപ്പോൾ ആ രാജ്യങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരാൻ തുടങ്ങി. അമേരിക്ക വളരെ കൃത്യമായിട്ട് നിലപാടങ്ങെടുത്തു. അതായത് ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച ശേഷം അമേരിക്ക എടുത്ത നിലപാടെന്ന് പറയുന്ന ബ്ലോക്കേഡ് തുടരും. അതായത് ഇറാൻ ഫർദർ ക്രൈസിസിലോട്ട് പോകട്ടെ. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ എടുക്കുന്ന ക്രൂഡ് ഓയിലെല്ലാം അവർക്ക് പിന്നെ വിൽക്കാൻ കഴിയാതെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇറാൻ്റെ മേളിൽ ക്രൈസിസ് ആകും. രണ്ടാമത് ഉദ്ദേശിക്കുന്നത് ഇറാനിലെ എസൻഷ്യൽ കമ്മോഡിറ്റി സാധാരണക്കാർക്ക് കിട്ടാനില്ല, അതിൻ്റെ സ്റ്റോക്സ് എല്ലാം കഴിഞ്ഞു. അതായത് എക്കണോമിക് ബ്ലോക്കേഡ് തുടരുകയാണ്. ഒരു ഷിപ്പ് പോലും ലിങ്ക് ചെയ്ത് ഇറാനുമായിട്ട് പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഷിപ്പുകൾക്ക് ഇറാനിയൻ പോർട്ടിൽ വരാൻ കഴിയില്ല. അവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, അവിടുന്ന് ഇങ്ങോട്ടും, രണ്ട് സൈഡിലും ബ്ലോക്കേഡാണ്. മറ്റൊരു കാര്യം, ഇവരെന്തിനാണ് പെട്ടെന്ന് ഏവിയേഷൻ, അതായത് എയർ തുറന്നത്? കാരണം മരുന്നുകൾ, അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ ഇറാൻ ആവശ്യമാണ്. ഈ സാധനങ്ങൾ ഇറാന് വേണം. അതിനുവേണ്ടി എയറായിട്ട് എയർ കാർഗോ രീതിയിൽ നടത്താം. അപ്പോഴും അമേരിക്ക മറ്റൊരു സാങ്ഷൻ കൊണ്ടുവന്നത് ഏത് രാജ്യമാണ് ഇറാൻ്റെ എയർലൈൻസുമായിട്ട്, ഇൻ്റർനാഷണൽ എയർലൈൻസുമായിട്ട് സഹകരിക്കുന്നത്, സാങ്ഷൻ ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും അവരുടെ ഉപരോധം വരിക മാത്രമല്ല, ഈ പറയുന്ന എയർക്രാഫ്റ്റുകൾക്കുള്ള ടെക്നിക്കലായിട്ടുള്ള സ്പെയർ പാർട്സ് സഹായങ്ങളൊക്കെ നിർത്തലാക്കും. അതുകൊണ്ട് ഈ പറയുന്ന പല രാജ്യങ്ങളും അത് വേണ്ട എന്ന് വെക്കും. ഇനി നമുക്ക് എന്താണ് അറബ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. കാരണം പല ഗ്ലോബൽ മീഡിയയിലും പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അറബ് രാജ്യങ്ങൾ പറയുന്ന സദാം ഹുസൈൻ്റെ ഇറാഖിനെ എങ്ങനെയാണ് അമേരിക്ക നശിപ്പിച്ചത്, അതേപോലെ ആക്കിയെടുക്കണം. ഒരു കാരണവശാലും വരാനുള്ള 50 വർഷമാണെങ്കിലും 100 വർഷമാണെങ്കിലും ഇറാൻ ഇനി ഒരു ത്രട്ട് ഉണ്ടാവരുത്. ന്യൂക്ലിയറിൻ്റെയും ത്രട്ട് ഉണ്ടാവരുത്, ഹോർമുസിൻ്റെയും ത്രട്ട് ഉണ്ടാവരുത്. IRGCയെ വലിച്ചു കീറണം. അതുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ ബ്ലോക്കേഡിന് അറബ് രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ കേട്ട് കാണും, UAEയുടെ ഒരു സീനിയർ ആയിട്ടുള്ള മന്ത്രി ഈ പല സെമിനാറിലും ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് UAEയോട് വലിയ അസൂയാണ്. ആ രാജ്യം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. കാരണം വളരെ ഫ്രണ്ട്ലി, ലിബറലായിട്ടുള്ള രീതിയിലാണ് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് UAE. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഈ പറയുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള അഡ്മിനിസ്ട്രേഷനും IRGCക്കും വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇത്രമാത്രം മിസൈലുകളും ഡ്രോൺസും UAEയുടെ മുകളിലോട്ട് വിടാനുണ്ടായ കാരണം. ഇതാണ് അതിൻ്റെ അകത്ത് ഒന്നാമതായിട്ട് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു,
ഈ ഈ ഡ്രോൺസുമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന് ഈ പട്ടാളക്കാർക്ക് എങ്ങനെയാണ് എയർ ഡിഫൻസ് സിസ്റ്റം ഓപ്പറേറ്റ് ഇതിനെപ്പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല. കാരണം അവർ ഈ പൂർണ്ണമായിട്ട് ഈ ബേസിക്കലി എന്ന് പറയുന്നത് അറബ് രാജ്യം പിന്നീട് സാമ്പത്തികമായിട്ടുണ്ടായി. ഈ പറയുന്ന ഡിഫൻസ് പ്രൊഫഷണൽ എക്സ്പേർട്ടുകളൊന്നുമല്ല. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിൽ നിന്ന് ഏകദേശം 1000-1500 പേര് ഈ വാർ തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ലാൻഡിലുണ്ട്. അവരാണ് പിന്നെ ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് ഇറാൻ്റെ ഇത്രയും മിസൈലുകളും ഡ്രോണുകളും ഇവർ തടഞ്ഞു മാറ്റിയത്. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഖത്തറിലും വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഗ്രൂപ്പ് ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറിയാൻ സാധിച്ചത് സൗദി അറേബ്യയും ഇനി ഏതെങ്കിലും ഈ പറയുന്ന ഇസ്രായേലി ആർമിയുടെ സഹായം തേടിയിരിക്കുകയാണ്. ഇൻ കേസ് വാർ തുടങ്ങുവാണെങ്കിൽ, ഫർദർ വാർ തുടങ്ങുവാണെങ്കിൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് IDF വരികയാണ്. അതാണ് ഞാൻ നേരത്തെ അതിനു മുമ്പ് ഏകദേശം 1 വർഷം മുമ്പ് പറഞ്ഞത്. ഈ ഹമാസ് കാണിച്ച സംഭവത്തോടു കൂടി വെസ്റ്റ് ഏഷ്യയുടെ മുഴുവനും രീതികളും അതിൻ്റെ ഫോർമാറ്റ് മുഴുവനും മാറും. ഈ പറയുന്ന ഇസ്രായേലിനെ ഈ രാജ്യങ്ങളെല്ലാം അംഗീകരിച്ച് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ അവരായിരിക്കും അവിടുത്തെ അമേരിക്ക എങ്ങനെയാണ് ലോകത്തോട് പെരുമാറുന്നത്, അതായത് ലോക പോലീസ് പോലെ പെരുമാറുന്നത്, അതേപോലെ ഈ അറബ് രാജ്യങ്ങളുടെ ഈ ബോഡി ഗാർഡ് എന്ന് പറയുന്ന സംഭവം, അതായത് പോലീസ് എന്ന സംഭവം ഇസ്രായേലി ഡിഫൻസിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ തുടക്കമാണ് ഈ കണ്ടത്. ഈ കണ്ടു, നമ്മൾ ബഹ്റൈൻ കണ്ടു, അത് കഴിഞ്ഞ് ഖത്തറുമായിട്ട് ഡിസ്കഷൻ നടത്തി, അവസാനം സൗദി അറേബ്യയുമായിട്ട്. ഇതാണ് അതിൻ്റെ പോക്കെന്ന് പറയുന്നത്. ഇനി യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ലോകത്ത് യുദ്ധം കൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, വാർ 1 മാസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ 50 ലക്ഷം പേരുടെ ജോലിയായിരിക്കും പോകുന്നത്. പക്ഷെ പുതിയ റിപ്പോർട്ടുകൾ അൽ ജസീറ തന്നെ പുറത്തുവിട്ടു, പല ഇൻ്റർനാഷണൽ ഏജൻസികൾ പുറത്തുവിട്ടു. ഈ വാർ ഇത്രയും ദിവസം, അതായത് ഏകദേശം 50 ദിവസം അടുക്കും തോറും ഈ വാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 20 ലക്ഷം പേരുടെ ജോലിയാണ് ഈ അറബ് മേഖലയിൽ നിന്നും ഇല്ലാതായത്. മനസ്സിലാക്കുക, അറബ് മേഖലയിൽ നിന്നും ഇല്ലാതായത്. ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നതാണ് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യ. അതേപോലെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതാണ്. എത്രയോ ഇന്ത്യക്കാരുടെ ജോലി പോയി. കാരണം എയർലൈൻസിൻ്റെ ഓപ്പറേഷൻ ഏറ്റവും അധികം നന്നായിട്ടത് ബാധിച്ചു. ടൂറിസത്തെ ബാധിച്ചു, മറ്റുള്ള ഇൻഡസ്ട്രിയെ ബാധിച്ചു, ഓയിൽ ബേസ്ഡ് എനർജി ബേസ്ഡ് ഇൻഡസ്ട്രിയെ ബാധിച്ചു. ഗ്ലോബലായിട്ട് നോക്കുക, ഫർട്ടിലൈസർ വലിയ ഇഷ്യൂ ആയി മാറി. അതേപോലെ എനർജി, അതായത് പല ഏഷ്യൻ രാജ്യങ്ങളിലും ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ എടുക്കുക, അതിൽ നിറയ്ക്കാൻ വേണ്ടി ഡീസലും മണ്ണെണ്ണയൊക്കെ വേണം, അതിൻ്റെ ഷോർട്ടേജായി. അതായത് മീൻ പിടിക്കാൻ പോലും അതുകൊണ്ട് ഉപജീവന മാർഗം കഴിയുന്ന പല രാജ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഷോർട്ടേജ് വന്നു. പിന്നെ അവരെങ്ങനെ ജീവിക്കാൻ പറ്റും? ഫർട്ടിലൈസർ, അതായത് ഈ എല്ലാ രാജ്യത്തിൻ്റെയും ഈ വെതർ ബേസ്ഡ് ആണ് ഫാമിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. ഇപ്പോൾ ട്രോപ്പിക്കൽ വെതറാണ് ഇന്ത്യയുടെ. അപ്പം അങ്ങനെ മാറുന്ന സന്ദർഭത്തിൽ ഈ ഫർട്ടിലൈസർ കിട്ടേണ്ട സമയമാണ്. ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും ഹ്യൂജായിട്ട് ഫർട്ടിലൈസർ സ്റ്റോർ, അതായത് യൂറിയ ആണെങ്കിലും മറ്റുള്ള ഫർട്ടിലൈസറൊന്നും സ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഫർട്ടിലൈസർ ഇല്ലാതായി. അപ്പോൾ പട്ടിണി തുടങ്ങി. ഏകദേശം 3.5-4 കോടിയോളം ജനങ്ങൾ പുതിയ കണക്കനുസരിച്ച് ഈ ഹോർമുസുമായിട്ട് ഈ വാറുമായി ബന്ധപ്പെട്ട് പട്ടിണിയിലോട്ട് നീങ്ങി. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വാറെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വാർത്ത വായിക്കുന്നതും കേൾക്കുന്ന പോലൊന്നും അല്ല. ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിരിക്കും. ഈ ഇപ്പം ഒരു കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയായി, ഇത് ട്രംപിൻ്റെ ഡിസിഷൻ ആയിരുന്നില്ല ഈ വാറെന്ന് പറയുന്നത്. ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം അവർ പറയുന്നത് ഹൂത്തീസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഇതേപോലുള്ള പ്രോക്സി ആണെങ്കിലും അതിനെയൊക്കെ വെച്ച് ഇറാനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. കാരണം ഈ രാജ്യങ്ങളുടെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും സെക്യൂരിറ്റിയെ ബാധിക്കും. അത് ബാധിച്ച് ചൈനയാണ് നേരത്തെ മീഡിയേറ്റ് ചെയ്ത് ഇതിനൊരു ധാരണ ഉണ്ടാക്കിയത് ഹൂത്തികളുമായിട്ട് ഇറാനുമായിട്ടും. ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമില്ല. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇറാന് ഇതേപോലെ പ്രോക്സിയുമായിട്ടും ഇതേപോലെ അറബ് രാജ്യങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ പോകാൻ പാടില്ല, പറ്റില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഇൻസിസ്റ്റ് ചെയ്തത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയ്ക്ക് $3-4 ട്രില്യൺ
ഡോളർ ട്രംപ് വന്നപ്പോൾ കൊടുത്തതിൻ്റെ കാര്യം ഈ വാറിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ വാറുമായിട്ട് യാതൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇറാനിൽ എത്രമാത്രമാണ് ഒരു ബോംബ് ചെയ്തേക്കുന്നത്, ഇതിൻ്റെ പണം മുഴുവനും ഇറാൻ്റെ കയ്യിൽ നിന്നും ബില്ലായിട്ട് തന്നെ റെസിപ്റ്റ് ഉൾപ്പെടെ അവർ ചോദിച്ച് വാങ്ങും. അപ്പം അതിലോട്ടാണ് കാര്യങ്ങൾ. അപ്പം അമേരിക്ക വാറിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ഖർഗ് ഐലൻഡും അവിടുത്തെ ക്രൂഡും ഗ്യാസും അമേരിക്കയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇറാൻ അതിൻ്റെ ലാഭം കൊടുക്കുകയുള്ളൂ. ഈ രീതിയിലോട്ടാണ് അമേരിക്ക ഡിസ്കഷനിലോട്ട്. അതായത് ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കാണുന്ന ചില പോയിന്റുകളുണ്ട്, പക്ഷേ ഒരു ബാക്ക് ഡോർ ഡിസ്കഷനുണ്ട്. ന്യൂക്ലിയറും മറ്റുള്ള ലോങ് റേഞ്ച് മിസൈലും ഒക്കെ ഒരു ഭാഗത്ത് കിടക്കും. മേജറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാന് വളരെ കൃത്യമായിട്ടറിയാം ഈ എക്കണോമിക് ബ്ലോക്കേഡ് എന്ന് പറയുന്നത് ഇറാനെ ഡീപ്പായിട്ട് ബാധിക്കും, അവിടുത്തെ ജനങ്ങളെ ബാധിക്കും. എത്ര ദിവസം ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും, ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക ഇതിൽ നിന്നും പിന്മാറില്ല, ഉറപ്പായിട്ടും പറയാം. അമേരിക്ക ഈ വാറിൽ ഇറാനെയും കൊണ്ടേ പോകുകയുള്ളൂ. അത് അമേരിക്കൻ നിശ്ചയദാർഢ്യമാണ്. അവരുടെ കൂടെ ഈ അറബ് രാജ്യങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണ്. കാരണം ആ റീജിയനിൽ നടക്കുന്ന ഇഷ്യൂ ആണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു സേയുമില്ല. ഒരു കാരണവശാലും അമേരിക്ക ഇതിനകത്ത് മീഡിയേറ്ററായിട്ട് റഷ്യയോ ഏതു രാജ്യത്തെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. ഈ പറയുന്ന പാകിസ്ഥാനെ പപ്പറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ പറയുന്നത് പാകിസ്ഥാനെ അവർക്ക് വിശ്വാസമുണ്ട്, റഷ്യയെ വിശ്വാസമില്ല. ഒരു രാജ്യത്തെ ഇത് മീഡിയേറ്റ് ചെയ്യാൻ അവർക്ക് ആരെയും വിശ്വാസമില്ല. പാകിസ്ഥാൻ ഇപ്പോൾ നടക്കുന്ന ആ മീഡിയേഷനിലായിട്ട് മുന്നോട്ട് പോകണം. അതുമല്ല അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാൻ സറണ്ടർ ചെയ്യാതെ ഈ വാർ നിർത്തുന്നതിൽ അർത്ഥമില്ല എന്ന് ഈ പറയുന്ന GCC രാജ്യങ്ങളും ഒന്നടങ്കം പറയുന്നുണ്ട്.